ഇന്നത്തെ പ്രൊമോയിൽ ഒരു ചിരി പ്രശ്നമാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ശൈത്യൻ്റെ ലവ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യനും റെനയും ഇരുന്ന് ചിരിക്കുന്നത് അഭി കണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ശൈത്യ അവിടെ ഭയങ്കര കണ്ണൊക്കെ നിറച്ചിട്ടാണ് ശൈത്യൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിച്ചതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും ആരോടെങ്കിലും പറയാന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് പെട്ടെന്ന് നിറയും. പക്ഷെ അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് അതെങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം മേ ബി അവർക്ക് കണക്റ്റഡ് ആവുന്നുണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരു എന്താ പറയുക, ഇത്രയും ആൾക്കാർ ഒരു ക്രൂ നിൽക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ നിന്ന് ഒരാളൊരു സ്റ്റോറിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവർ എന്തിൻ്റെ പേരിലാണ് അറിയില്ല. കാരണം ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ സംഗതികൾ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിരിച്ചതാണോ എന്നും അറിയില്ല. പക്ഷേ അഭിലാഷ് പറയുന്നത് ഒരാളെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അതിൻ്റെ ഇടയിലാണോ വന്ന് ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനുമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആര്യൻ ചെരുപ്പ് ഊരി എറിയുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ആ ക്ലിപ്സ് ഒന്ന് നേരിട്ട് കാണണം. എന്തായാലും ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അഭിലാഷ് അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞ് ചിരിച്ചതാകാം, അല്ലാതെ ലൈഫ് സ്റ്റോറിനെ കളിയാക്കി ചിരിച്ചതാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ചില ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സ്വഭാവമാണ്. ഇപ്പോൾ നമ്മളിപ്പം മെയിൻലി നമ്മൾ കുറച്ച് 2-3 ആൾക്കാർ സംസാരിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് മാറ്റർ പറയായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ ഫോണിൽ നോക്കിയിരിക്കാത്തതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഭയങ്കര എന്താ പറയുക, നമ്മളൊരു റെസ്പെക്റ്റ് ചെയ്യാത്ത മാതിരിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി പറയുമ്പോൾ നമ്മൾ പറയുന്നത് മൈൻഡ് ചെയ്യാതെ ആ ഒരു ഫോണിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം അതേപോലെ അബിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാകും. കാരണം ലൈഫ് സ്റ്റോറി ഭയങ്കര സങ്കടമുള്ള ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ അത് ഇവർ പറയുമ്പോൾ ശൈത്യ പറയുമ്പോൾ അത് ഇവർ കേട്ട് ചിരിക്കുന്നത് കണ്ടപ്പം ഒരു ഇൻസൾട്ടിങ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ട് അബി എടുത്ത് ചാടി പറഞ്ഞതും ആകാം. എന്താണെന്നുള്ളത് അറിയില്ല. പ്രൊമോ കണ്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് മനസ്സിലാവുന്നത്.